ആദീസ് ന്യൂട്രിക്കവയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കാണുന്ന വെയിറ്റ് ലോസ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഈ റെസിപ്പി കിട്ടിയിട്ടുള്ളത് എൻ്റെ സ്വന്തം അട്ടപ്പാടിയിൽ നിന്നുമാണ്. അട്ടപ്പാടിയെ കുറിച്ച് എന്ത് പറഞ്ഞാലും എത്ര പറഞ്ഞാലും എനിക്ക് തീരില്ല. കാരണം അത്രയേറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. അട്ടപ്പാടിയിലെ സ്ഥലം പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേരുള്ള ഒരു ദേശം കൂടെയാണ് അട്ടപ്പാടി. അട്ടപ്പാടിയുടെ വിശേഷങ്ങൾ മാത്രം പറയാനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ കാണുന്ന അളവിൽ റാഗിയാണ്. 100 ഗ്രാം റാഗിയിൽ 364 മില്ലിഗ്രാം കാൽസ്യം കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാം റാഗി എന്ത് നല്ല കാൽസ്യം സോഴ്സ് ആണെന്നുള്ളത്. കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുള്ള റാഗി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. പൊടിച്ച റാഗിയുടെ കൺസിസ്റ്റൻസി ഇതായിരിക്കണം. ഒരുപാട് തരി ഉണ്ടാവാനായിട്ട് പാടില്ല. തരിയെല്ലാം പോയിട്ട് നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടണം. ഈ കാണുന്നത് പോലെ. അട്ടപ്പാടിയിൽ ഈ റാഗി കലി എന്ന് പറയുന്നത് ഒരു കോംബോ ആണ്. റാഗി കലിയും ഡാഗും ഇത് രണ്ടും കൂടെ അടിപൊളി ടേസ്റ്റ് ആണ്. അവര് റാഗി കലി ഉണ്ടാക്കുന്ന സമയത്ത് അതിനുള്ളിൽ ചോറും കൂടെ ആഡ് ചെയ്യുന്നുണ്ടാവും. ഞാനിവിടെ ചോറൊന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് റാഗി മാത്രമാണ് എടുത്തിട്ടുള്ളത്. വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇങ്ങനെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. സോ വെള്ളം നന്നായി തിളപ്പിച്ച ശേഷം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള റാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. റാഗി വെള്ളത്തിലേക്ക് ഇടുന്ന പാടെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. റാഗിക്കളി അതിന്റെ കൺസിസ്റ്റൻസിയിൽ വരാനായിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം. പൊടി ഇട്ട പാടെ തന്നെ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. തടി കരണ്ടി ഉപയോഗിച്ചിട്ടാണ് അവര് ഇത് ഇളക്കി എടുക്കാറ്. കിണ്ടി എടുക്കുക എന്ന് പറയും. നല്ല മുളന്തടിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഈ കിണ്ടി എടുക്കുക എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ഈ കാണുന്ന തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ എത്രത്തോളം ഇളക്കുന്നോ അപ്പൊ അതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു 35 വയസ്സിന് മുകളിലേക്കാകുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് മുട്ടുവേദന, നടുവേദന, ജോയിന്റ് പെയിൻ ഒക്കെ. ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള അവസ്ഥകളുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെന്ന് നമുക്ക് പറയാം. സോ ഈ ഒരു അവസ്ഥ തടയാനൊക്കെ റാഗി ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. റാഗിയുടെ രുചി തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് റാഗി കലി. നമ്മൾ ഇതിന്റെ കൂടെ ഏത് കറിയാണ് ചൂസ് ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ റാഗിയുടെ ടേസ്റ്റ് മാറുന്നത്. സോ ഡാഗ് എന്ന് പറയുന്നത് ശരിക്കും അവരുടെ പരിപ്പ് കറിയാണ്. ശരിക്കും ഒരു കരുവാട്, അതായത് ഉണക്കമീൻ കറിയൊക്കെ, ഉണക്ക ചെമ്മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഈ റാഗി കലി കഴിക്കാറുണ്ട്. സോ നമുക്ക് മട്ടൻ കറിയോ ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും ഈ റാഗി കലിയുടെ കൂടെ കഴിക്കാവുന്നതാണ് നമ്മുടെ രുചിക്ക് അനുസരിച്ച്. പിന്നെ പുറത്തുനിന്ന് പാക്കറ്റ് വാങ്ങുന്നതിൽ നല്ലത് ഇതുപോലെ ഹോൾ റാഗി വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇപ്പൊ മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമ്മുടെ റാഗിക്കളി എടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. റാഗിയിൽ കാൽസ്യം മാത്രമല്ല കൂടുതലായിട്ടുള്ളത്, ആന്റി ഓക്സിഡൻസും ഫൈബർ കണ്ടന്റും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡുമാണ് ഈ റാഗി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവർക്ക് തീർച്ചയായിട്ടും റാഗി എടുക്കാവുന്നതാണ്. റാഗി കളിയായിട്ടോ റാഗി ഇടിയപ്പമായിട്ടോ പുട്ടായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കാൽസ്യം കണ്ടന്റും ഫൈബർ കണ്ടന്റും ഒക്കെ ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റാഗി കൊടുക്കാവുന്നതാണ്. സോ 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ റാഗി കളി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഈ കാണുന്നത് പോലെ ഉരുണ്ട പിടിക്കുക. അതായത് നല്ല ഉണ്ടയാക്കി എടുക്കുക. ആ ചൂടോടെ തന്നെ കൈ വെള്ളത്തിൽ നനച്ചിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഉണ്ട ഷേപ്പിൽ കിട്ടത്തുള്ളൂ. കാൽസ്യവും ഫൈബറും ആന്റി ഓക്സിഡൻസും മാത്രമല്ല ഇരുമ്പ് സത്തും ധാരാളമായിട്ട് റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. 4.6 മില്ലിഗ്രാം ആണ് 100 ഗ്രാം റാഗിയിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയൺ ഡെഫിഷ്യൻസി, അനീമിയ ഒക്കെ ഒഴിവാക്കാനായിട്ട് റാഗി തീർച്ചയായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതുകൂടാതെ പ്രോട്ടീൻ കണ്ടന്റും റാഗിയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റാഗി കലിയുടെ റെഡി ആയിരിക്കുകയാണ്. സംഭവം അടിപൊളി ടേസ്റ്റ് ആണ്. കർണാടകയിലൊക്കെ കൂടുതലായിട്ടും ഈ ഒരു റാഗി കലിയാണ് അവർ കഴിക്കാറ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള, എന്നാൽ വളരെ പെട്ടെന്ന് വളരെ ചീപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർ മാത്രമല്ല, ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു വീക്കിലി 3-4 തവണയെങ്കിലും ഈ ഒരു റാഗി കലി ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ട്രൈ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഒരു കുഞ്ഞ് തക്കാളി സാമ്പാറാണ് ഇതിൻ്റെ ഒപ്പം എടുത്തിട്ടുള്ളത്. സംഭവം അടിപൊളി ടേസ്റ്റ് ആണ്. വളരെ സോഫ്റ്റ് ആണ്. കൺസിസ്റ്റൻസി ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും കുഞ്ഞു കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്